നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ക്രിറ്റിക്കലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടർ നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി, നമ്മൾ ഇടപെടുന്ന മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളുടെ ക്വാളിറ്റി, നമ്മുടെ വിവാഹ ജീവിതം, നമ്മുടെ പേരൻറ്റിങ്, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ സന്തോഷം എല്ലാം മെൻ്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് മെൻ്റൽ ഹെൽത്ത് ഉയരുന്നു അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് കൂടുന്നു, നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടുതൽ സന്തോഷകരമായൊരു ജീവിതം നൽകാൻ സാധിക്കുന്നു. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് ഒരു വൈറ്റൽ ഫാക്ടറാണ്. അതെങ്ങനെ കുറേ കൂടെ പരിപോഷിപ്പിക്കാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അവന് പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ സമ്മിശ്രമാണ്. എന്നാലും പലപ്പോഴും പരാജയം മാത്രം അല്ലെങ്കിൽ വീഴ്ചകൾ മാത്രം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ദുഃഖിതരായിരിക്കുന്ന, നിരാശരായിരിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായും കാണുന്നൊരു കാര്യം മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കുറവാണ്. എനിക്ക് തോന്നുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് വൈറ്റൽ ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മെൻ്റൽ ഹെൽത്താണ്. ഒരു വിവാഹം ആലോചിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ആരും ചിന്തിക്കുന്ന പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളെ വളർത്തുമ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നേ ഇല്ല. കൗമാരക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടുത്തെ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആരും അത് ആലോചിക്കുന്നേ ഇല്ല. വിദ്യാഭ്യാസത്തിൽ മെൻ്റൽ ഹെൽത്ത് ഇല്ല, പേരൻറ്റിങ്ങിൽ മെൻ്റൽ ഹെൽത്ത് ഇല്ല. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് വളരെ അവഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ഏറ്റവും ക്രൂഷ്യലും വൈറ്റലുമായിട്ട് എല്ലായിടത്തും നമ്മളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ്, പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ചർച്ച കൂടുതലായിട്ടൊന്ന് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് കുട്ടികളുടെ കാര്യം എടുക്കുക. കുട്ടികളിൽ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ ഈ സ്വഭാവം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഉയർന്നു നിൽക്കുന്ന കുട്ടികളിൽ ഒരു പോസിറ്റീവ്നെസ്സും ഒരു ഹാപ്പിനെസ്, അവരുടെ ഒരു റിഫ്ലക്ഷൻസൊക്കെ വളരെ പോസിറ്റീവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം അവരുടെ ജനറൽ മെൻ്റൽ ഹെൽത്ത് ഉയർന്നു നിൽക്കുന്നതാണ്. അവർ ഇടപെടുന്ന മേഖലകളിൽ അവരെടുക്കുന്ന ഡിസിഷൻസ്, അവർ എങ്ങനെയാണ് സുഹൃത്തുക്കളുമായിട്ട് ഇടപെടുന്നത്, അവരെങ്ങനെയാണ് പേരൻസുമായിട്ട് ഇടപെടുന്നത്, അവരവരുടെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസിനോടും ഡ്യൂട്ടീസിനോടും ഒക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവരുടെ ജീവിതത്തിലെ ഒരു ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് അഫെയർ ഹാപ്പിയാണോ, ഇതെല്ലാം തീരുമാനിക്കുന്ന അവരുടെ മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്തിനെ നിരന്തരമായി പരിപോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പേരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം ഇതൊരു ഫൗണ്ടേഷണൽ സ്ട്രെങ്താണ്. ഒരുപക്ഷെ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ എലിവേഷൻസും സെറ്റ് ചെയ്യേണ്ടത് ഒരു സ്ട്രോങ് മെൻ്റൽ ഹെൽത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടുമ്പോൾ തന്നെ ഒരു 50% ഗെയിം വിജയിച്ചു കഴിഞ്ഞു. പക്ഷേ അതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് എല്ലായിടത്തും ഉണ്ടാണ്. ഇന്ന് ഒരു മദർ എന്നെ വിളിച്ചു. ഷീസ് എ വർക്കിംഗ് ലേഡി, ഒരു പ്രൊഫഷണലാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, സാറേ മോന് 10 വയസ്സായി, അവൻ വളരെ അഡമൻ്റാണ്, പല കാര്യങ്ങളും അവനോടൊന്ന് പറഞ്ഞ് ഒന്ന് അനുസരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് ഇവനെ ഒന്ന് റീഫോം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പേരൻസ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ അത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഗൈഡൻസ് തരാം. മോനോട് സാറിന് ഡയറക്റ്റ്, ഞാൻ പറഞ്ഞത് മോൻ വളരെ ചെറിയ കുട്ടിയാണ്, അത്രയും ചെറിയൊരു കുട്ടിയോട് ഞാൻ ഡയറക്റ്റായിട്ട് ഇടപെടില്ല. അതിനൊരു വലിയ ഫാക്ടറുണ്ട്. ഞാൻ ആ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്നതിനൊരു കാരണമുണ്ട്. എനിക്കൊരു കുട്ടിയോട് നേരിട്ട് ഇടപെടാനും സംസാരിക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരാളെ അല്ല. എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വളരെ നന്നായിട്ട് ജെല്ല് ചെയ്യാൻ പറ്റും, അവരോട് നന്നായിട്ട് ഇടപെടാൻ പറ്റും. പക്ഷെ അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ചലഞ്ചസും ഈശ്വരൻ തരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചലഞ്ചസൊക്കെ ഉണ്ടാകുന്നത്, ആ ചലഞ്ചസാണ് നമ്മളെ അവരോട് കൂടുതൽ അവരെ മനസ്സിലാക്കാനും അവരോട് ഇടപെടാനും ഉള്ള അവസരങ്ങൾ തരുന്നത്. അതിലൂടെയാണ് അവരുമായിട്ടുള്ള ബന്ധം കുറേ കൂടെ സ്ഥായിയാവുന്നത്, കുറേ കൂടെ ഡീപ്പാകുന്നത്. അതിലൂടെയാണ് അവരുടെ മെമ്മറീസിലേക്കൊക്കെ നമ്മൾ പേരൻ്റ് എന്ന നിലയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. കുട്ടികളിൽ എന്ത് ചലഞ്ചസ് ഉണ്ടാകുമ്പോഴും അത് പേരൻ്റ് തന്നെ ഇടപെട്ട് അതിൽ നിന്ന് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പേരൻറ്റും അവരും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടാകും. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പേരൻറ്റിന് അറിയത്തില്ല. അവിടെയാണ് ഒരു പാരൻറ്റിങ് ഗൈഡൻസൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ളതാകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് തന്നെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഏതെങ്കിലും ബംഗാളി ഈ പണി അങ്ങ് ഏൽപ്പിക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഏൽപ്പിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും പ്രോഡക്റ്റുകളും സർവീസുകളും ഒക്കെ സമൂഹത്തിൽ അവൈലബിളാണ്. ഞാൻ അതിനോടൊന്നും എതിരുമല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം പേരൻസ് തന്നെയാണ് അത് ഇടപെടേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് ആ ലേഡി എന്നോട് പറയുന്നത്, സാറേ ഫാദർ
ഒട്ടും തന്നെ ചേഞ്ച് ആവാൻ തയ്യാറല്ല. അപ്പോൾ അവിടെ തന്നെയാണ് പ്രശ്നം കിടക്കുന്നത്. ഞാൻ ആ ലേഡിയെ ഒന്ന് ചിന്തിപ്പിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അഡൽട്ടായിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഹസ്ബൻഡ് ഒരു ആവശ്യം വന്നിട്ട് പോലും, കുട്ടിയിലൊരു ആവശ്യം വന്നിട്ട് പോലും ചേഞ്ച് ആവാൻ തയ്യാറാവുന്നില്ല. പക്ഷേ നമ്മൾ കുട്ടിയെ ചേഞ്ച് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഫാദറിൻ്റെ ജെനറ്റിക്സ് തന്നെ ആയിരിക്കും ഈ കുട്ടിക്കും കിട്ടിയിട്ടുള്ളത്. ഈ ഫാദറിൽ നിന്ന് കിട്ടേണ്ട ഒരു നല്ല എൻവയോൺമെൻറ്റും ഈ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പ്രയാസമാണ്. ഇവിടെയാണ് ഒരു കുഴപ്പം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമ്മുടെ കുട്ടികളിൽ നല്ല മെൻ്റൽ ഹെൽത്തൊക്കെ വരണമെങ്കിൽ പേരൻസിൽ നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പേരൻസ് എപ്പോഴും റിവൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ അവരെപ്പോഴും വളരെ കോൺഷ്യസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനം മെൻ്റൽ ഹെൽത്താണ്. ഒരു നല്ല പേരൻറ്റിങ്ങിന് നല്ല മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് വളരെ ആവശ്യമാണ്. ഈ നല്ല മെൻ്റൽ ഹെൽത്തിൽ നിന്നാണ് ഇമോഷണൽ ഹെൽത്തും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പേരൻസിൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. ഞാൻ പേരൻറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള പ്രോഗ്രാം ഹാപ്പി പേരൻറ്റ് ഹാപ്പി ചൈൽഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം തന്നെ ഹാപ്പി പേരൻറ്റിനെ ഹാപ്പി ചിൽഡ്രനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹാപ്പിയാണ് നിങ്ങൾ പേരൻസ് എങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അസറ്റ് പേഷ്യൻസ് ആയിരിക്കും. ആ പേഷ്യൻസ് ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളിൽ സ്വതന്ത്രമായ ചിന്ത വളർത്തണം. അവരെ തിങ്ക് ചെയ്യാൻ പഠിപ്പിക്കണം. ഓരോ കാര്യം വരുമ്പോഴും മോനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നീയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യുക. അപ്പോൾ ഓരോ കാര്യത്തിൽ അവരെ ചിന്തിപ്പിക്കാൻ, അതാണ് ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഒരു റാഷണൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുക, ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി അവരിലുണ്ടാക്കുക. എല്ലാം അടിച്ചേൽപ്പിച്ച് കൊടുക്കുക, എല്ലാം ചെയ്തു കൊടുക്കുക, എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നീ എന്താണ് ചെയ്യുന്നത്, അല്ലെ നിൻ്റെ ഒരു മകൻ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ വളരെ രസകരമായും കളിയായിട്ടും ഒക്കെ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ ചിന്തിച്ച് അതിനോട് പ്രതികരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി അവരെ പഠിപ്പിക്കുക, അങ്ങനത്തെ അവസരങ്ങൾ അവർക്ക് നൽകുകയൊക്കെ ചെയ്യുക. അതുപോലെ വളരെ പ്രധാനമാണ് അവരെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. കഴിയുന്നത്ര കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വിജയമല്ല പ്രധാനം, റിസൾട്ടല്ല പ്രധാനം. ആ എഫേർട്ടും പാർട്ടിസിപ്പേഷനുമാണ് പ്രധാനം. അപ്പോൾ ആ എഫേർട്ടുകളൊക്കെ എൻകറേജ് ചെയ്യണം. അവരെന്തെല്ലാം കാര്യത്തിൽ പോയി എന്ത് എഫേർട്ട് ഇടുമ്പോഴും അവിടെ പരാജയം ഉണ്ടായിക്കോട്ടെ, അവിടെ തോൽവികൾ ഉണ്ടായിക്കോട്ടെ, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. പക്ഷെ പല പേരൻസിൻ്റെയും പ്രശ്നം അവർ ഭയങ്കര ഗ്രീഡിയാണ്. അവർ ഭയങ്കര ഷോ ഓഫിന് കുട്ടികളിലൂടെയാണ് അവർ എക്സിബിഷൻസൊക്കെ നടത്താനിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ വിജയിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ അസ്വസ്ഥയാണ്. വിജയിക്കാത്തത് കൊണ്ട് പലയിടത്തും വിടില്ല, പലയിടത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കത്തില്ല, അല്ലെ വിജയിക്കാൻ കഴിയുന്നിടത്ത് മാത്രം വിടുക. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും സ്ട്രെങ്ത് ഉള്ള ഏരിയയിൽ അവർക്കൊരു സ്ട്രെങ്ത് കാണും, പക്ഷേ സ്ട്രെങ്ത് ഇല്ലാത്ത ഏരിയയിൽ ഒരു ബിഗ് സീറോ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലും അവരെ എൻകറേജ് ചെയ്യുക. കഴിയുന്നത്ര ഇത്രയും കാര്യങ്ങളെ ഡൈവേഴ്സിഫൈഡായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അത്രയും മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെട്ടു വരും. അതുപോലെ കുട്ടികളിലെ ഇമോഷണൽ കൺട്രോൾ, സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിനൊക്കെ പഠിപ്പിക്കണം. ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ അമിതമായി റിയാക്ട് ചെയ്യാതിരിക്കാനും, അമിതമായി കരയാതിരിക്കാനും, വലിയ സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കുക, ഇതിനെയൊക്കെ ഒന്ന് കർട്ടൈൽ ചെയ്ത് എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ഇമോഷണൽ ഫ്രെയിം അവർക്ക് കൊടുക്കാൻ, അവരെ അങ്ങനെയൊന്ന് കറക്റ്റ് ചെയ്യാൻ. ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടവും കുഴപ്പമാണ്. ചില കുട്ടികളൊക്കെ സന്തോഷം കിട്ടുമ്പോൾ അമിതമായി സന്തോഷിക്കുകയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോലും അമിതമായി ദുഃഖിക്കുകയും കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെ ദേഷ്യത്തെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അവരുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ, അതിനുള്ള ഒരു സെൽഫ് കൺട്രോൾ, ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ അവരിൽ വളർത്താനുള്ള സാഹചര്യങ്ങൾ, മുഹൂർത്തങ്ങളൊക്കെ അവരുടെ ലൈഫിലൊന്ന് സൃഷ്ടിച്ചു കൊടുക്കുക. അതുപോലെ ബൗണ്ടറീസ്, അവർക്ക് ചില ബൗണ്ടറീസൊക്കെ വേണം. ആ ബൗണ്ടറീസ് ഉണ്ടായാൽ മാത്രമേ എത്ര മണി വരെ കളിക്കാം, എത്ര നേരം ടി വി കാണാം, എത്ര നേരം പഠിക്കണം, ഈ കാര്യത്തിലൊക്കെ ഒരു ബൗണ്ടറീസ് കൊടുക്കുക. അപ്പോൾ ഈ ബൗണ്ടറീസിന് അങ്ങോട്ട് അനുസരിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ മെൻ്റൽ ഹെൽത്തിലും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബൗണ്ടറീസൊക്കെ അഡ്ഹിയർ ചെയ്യാൻ, അതുമായിട്ട് ഓണർ ചെയ്ത് പോകാൻ, അതിൽ സ്റ്റിക്ക് ചെയ്യാൻ നമ്മൾ കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇടണം. ആ എഫേർട്ടുകൾ വിജയിക്കും, ഒരു സംശയമില്ല. അവരുമായിട്ട് നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ അറ്റാച്ച്മെൻറ്റ് കൂടുന്തോറും നമ്മളുടെ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരനുസരിക്കും. റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇഷ്ടമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അതൊക്കെ അനുസരിക്കുന്നത് ഏതോ കുറഞ്ഞ കാര്യമാണെന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഇമ്പോസ് ചെയ്യുന്ന ആളിനോടുള്ള വിരോധം.
അല്ലെങ്കിൽ അവരതിനെ എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവർക്ക് സന്തോഷമില്ല. അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ ആ റൂൾസൊക്കെ അനുസരിക്കുന്നതിൽ അവർക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞു. ഒരു പ്രായമുള്ള മനുഷ്യനാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര മോശമായി, എന്ത് തന്നെ ആയിക്കോട്ടെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മീൻസ് ദ കൺട്രി, രാജ്യം തന്നെയാണ്. ആ രാജ്യത്തിലേക്കാണ് ആ രാജ്യത്തിൻ്റെ മുഖത്തോട്ടാണ് ഒരു ഷൂ എറിയുന്നത്. അതിനെ അനുമോദിച്ചുകൊണ്ടും അതിന് കൈയടിച്ചുകൊണ്ടും കുറേ വിഷങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ. അവരുടെയൊക്കെ മക്കളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്, അവരുടെയൊക്കെ കൊച്ചുമക്കളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. അപ്പം നിയമം എന്ന് പറയുന്നത് ഏത് സാഹചര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ ആരെന്ത് കാര്യങ്ങൾ ചെയ്താലും ആ നിയമത്തിനുള്ളിൽ നിൽക്കാൻ നമുക്ക് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ നമുക്കതിനെയൊക്കെ എതിർക്കാനും അതിനെയൊക്കെ അതിനെയൊക്കെ ഡിബേറ്റ് ചെയ്യാനും അതിനോടൊക്കെ റിറ്റാലിയേറ്റ് ചെയ്യാനും ഒക്കെ എന്നുള്ള നമുക്ക് വേദികളുണ്ട്. അത്തരം സ്ഥലങ്ങളിലാണ് നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ അസംബ്ലിക്കകത്ത് അണ്ടർവെയറും കാണിച്ചുകൊണ്ട് തുള്ളുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇത്തരം മോശം അവസ്ഥകളൊക്കെ ഒരു ലോവർ സ്റ്റേറ്റ് ഓഫ് അഫെയർ, കുട്ടികൾക്കൊക്കെ വളരെ മോശമായ മാതൃകകളാണ് അതിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ നല്ല മോഡൽസ് ഉണ്ടാവും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നല്ല മോഡൽസ് വളരെ ആവശ്യമാണ്. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള മോഡൽസ്, നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല മാനേർഡ് ആയിട്ടുള്ള, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള. ഇംഗ്ലീഷിലൊരു സേയിങ് തന്നെയുണ്ട്, എല്ലാവരും എന്നോട് ഐ എം നോട്ട് ഡീസൻറ്റ് ടു എവറി വൺ ബിക്കോസ് എവറി വൺ ഈസ് ഡീസൻറ്റ് ടു മീ ബട്ട് ഐ എം ഡീസൻറ്റ്. അതാണ് പ്രധാനം. എല്ലാവരും എന്നോട് വളരെ ഡീസൻ്റായിട്ട് ഇടപെടുന്നതുകൊണ്ടല്ല, ഞാൻ ഡീസൻ്റ് ആയതുകൊണ്ടാണ് എല്ലാവരോടും ഡീസൻ്റായിട്ട് ഇടപെടുന്നത്. ഇപ്പം നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തൊക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ വളരെ ഡീസൻ്റായിട്ട് കോർഡിയലായിട്ടും ഒക്കെ ഇടപെടും. അവർക്ക് എന്തെങ്കിലും ഒരു ഡിസൻ്റ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രോപ്പർ രീതിയിലായിരിക്കും എതിർപ്പ് കാണിക്കുന്നത്. അതാണൊരു എക്സലൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചീപ്പായിട്ടൊക്കെ തന്തയ്ക്കും തരവഴിക്കും ഒക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു മാനസിക രോഗികളുടെ ലക്ഷണങ്ങളാണ്. ഒരു മനുഷ്യനുണ്ട്, രാവിലെ മുതലേ ചാനൽ തുറന്നു വെച്ച് അങ്ങേർക്ക് സംസാരിക്കാൻ പോലും നേരെ പറ്റത്തില്ല. പക്ഷെ എന്നാലും രാവിലെ മുതൽ ടി വിയും തുറന്നു വെച്ചിരുന്ന് വിഷം ചീറ്റുന്ന ഒരു ചാനലുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യനെ കൂട്ടിയടിപ്പിക്കുക, വിദ്വേഷങ്ങൾ, ഹെയ്റ്റ് ഒക്കെ പ്രചരിപ്പിക്കുക. പക്ഷെ അവർക്കൊക്കെ ഒരുപാട് ഫോളോവേഴ്സുണ്ട്, ലക്ഷങ്ങളാണ് അവരെ ഫോളോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ വളരെ പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗിവിങ് ഒക്കെ. ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. പലപ്പോഴും ഒരു താങ്ക്ഫുൾനെസ് ഇല്ല. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കണം. അവർക്ക് കാഴ്ചയുള്ളത് കൊണ്ട് അവർ താങ്ക്ഫുൾ ആയിരിക്കണം, അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് താങ്ക്ഫുൾ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും എത്രയോ നന്ദി വേണ്ടൊരു കാര്യമാണ്. കാരണം ഇന്നലെ രാത്രി കിടന്ന പലരും ഇന്ന് എഴുന്നേറ്റിട്ടില്ല, ഇന്നലെ ഉണ്ടായിരുന്ന പലരും ഇന്നത്തെ പ്രഭാതം കണ്ടില്ല. നമുക്ക് താങ്ക്ഫുൾ ആകാൻ 1000 റീസൺസ് ഉണ്ട്, പക്ഷെ വി ആർ നോട്ട് റിയലൈസിങ് ഇറ്റ്. നമുക്ക് നല്ല ആഹാരമുണ്ട്, നമ്മുടെ വീട്ടിൽ കറണ്ടുണ്ട്, നമുക്ക് നല്ല കാലാവസ്ഥയുണ്ട്. ഇതൊക്കെ എന്നും ദുരന്തമായിരിക്കുന്ന എത്രയോ രാജ്യങ്ങൾ, എത്രയോ സമൂഹങ്ങൾ. ഇപ്പോൾ താങ്ക്ഫുൾ ആകാൻ കുട്ടികളെ പഠിപ്പിക്കണം. മക്കളെ ഇതൊക്കെ ചില വീട്ടിലൊക്കെ ആഹാരം ഒക്കെ കഴിക്കുമ്പോൾ അവർ അതിന് താങ്ക്സ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നു. അത് അവർക്കുണ്ടാക്കുന്ന ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അതൊക്കെ വളരെ പ്രധാനമാണ്. ഒരു ഗിവിങ്, നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനൊക്കെ പഠിക്കും. ഇതിലൂടെയൊക്കെ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ കാണുന്ന ഫ്രെയിം മാറുകയാണ്, ആ കാഴ്ചയുടെ ഫ്രെയിം മാറുകയാണ്. എനിക്കില്ല എന്ന് തോന്നുന്നിടത്തുനിന്ന് എനിക്കുണ്ട് എന്നുള്ള ഒരു ഫ്രെയിമിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ വളരെ പ്രധാനമായിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് വളരെ ഈസി ആയിരിക്കില്ല എന്നുള്ളത്. എല്ലാം ഈസി ആയിട്ട് കൊടുക്കുകയും എല്ലാം ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യരുത്. ലൈഫിന് അതിൻ്റേതായ ഹാർഡ് വർക്ക് വേണമെന്നും എഫേർട്ട് വേണമെന്നും കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലേ പഠിക്കണം. ഈസി ആയിട്ട് എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ കോച്ചിങ് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് മാർക്ക് വാങ്ങിപ്പിക്കുക. ഇതിലൂടെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈസിയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. ഇപ്പോൾ ഇന്ന് തന്നെ എൻ്റെ മകൻ, ഗ്രാജുവേഷൻ പഠിക്കുന്ന മകൻ പറയുകയാണ്, ചില പേപ്പറൊക്കെ ഭയങ്കര ടഫാണ്. ഞാൻ പറഞ്ഞു, ആ ടഫ് പേപ്പർ കൂടി വരുമ്പോഴാണ് ലൈഫിന് അതിൻ്റെ മീനിങ് ഫുൾനെസ് ഉണ്ടാകുന്നത്. ചില പേപ്പറുകൾ ടഫാണ്, ചിലതൊക്കെ ടഫാണ്. അതിനെ എങ്ങനെ മറികടക്കണം? എഫേർട്ട് കൊണ്ടാണ് മറികടക്കുന്നത്. എല്ലാം ഈസി ആണെങ്കിൽ നിൻ്റെ ലൈഫിലൊരു എഫേർട്ട് ഇടാൻ നീ പഠിക്കില്ല. അപ്പോൾ ചിലതൊക്കെ ടഫാണ്. ആ ടഫ്നെസ്സിനെ ഓവർകം ചെയ്യാൻ കഴിയുമ്പോഴാണ് നീ ഒരു നല്ല സ്ട്രോങ് മാനായിട്ട് വരുന്നത്. അല്ല, ആ ടഫ്നെസ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ അങ്ങ് ഈസി ചെയ്ത് കൊടുക്കാനുള്ളൊരു ശ്രമം ഒരിക്കലും
ഉണ്ടാവരുത്. അതുപോലെ ഈ ഓവർ പ്രൊട്ടക്ഷൻ വളരെ വളരെ അപകടകരമാണ്. നമ്മൾ ആവശ്യമില്ല കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യരുത്. പല പേരൻസും കാണിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ അവർക്കെതിരെ തിരിയുക. പ്രത്യേകിച്ച് സ്കൂളിലാണ് പേരൻസ് അത് എപ്പോഴും കാണിക്കുന്നത്. ടീച്ചേഴ്സിനെ മോശമാക്കുക, സ്കൂളിനെ മോശമാക്കുക, എന്നിട്ട് കുട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. വളരെ അപകടകരമായ കാര്യമാണ്. ഇനി കുട്ടിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും ആരെയും അവഹേളിക്കരുത്. കാരണം ടീച്ചേഴ്സിനൊക്കെ തെറ്റ് പറ്റാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവരും മനുഷ്യരാണ്. ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ വളരെ മോശമായി ക്രിട്ടിക്കലായി സംസാരിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എഴുതിയതാണ്. നിങ്ങൾക്ക് ഒരു ടീച്ചറിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൺലി ഇൻ പ്രൊപ്പോർഷൻ ടു വാട്ട് റെസ്പോൺസിബിലിറ്റി യു ഗിവ് ടു യുവർ ചൈൽഡ് ആസ് എ പാരൻറ്റ്. ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയേക്കാളും കൂടുതൽ നിങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേരൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റിയും ആ ഡ്യൂട്ടിയും ഒക്കെ പേരൻറ്റിൽ നിന്ന് ടീച്ചേഴ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തെറ്റൊക്കെ പറ്റുന്നവരാണ്, ടീച്ചേഴ്സിനും തെറ്റൊക്കെ പറ്റുക. അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുക. പക്ഷേ ഒരിക്കലും അത് മറ്റാരെ അവഹേളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റരുത്. ഇതങ്ങനെയല്ല. തെറ്റ് കുട്ടിയുടെ ഭാഗത്തായിട്ട് പോലും അനാവശ്യമായ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അതൊക്കെ അത്തരം കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും ഡാമേജ്ഡ് ആവും, അവരുടെ ഫ്യൂച്ചറും ഡാമേജ്ഡ് ആവും, ഒരു സംശയവുമില്ല. അതുപോലെ അവരെ ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും പഠിപ്പിക്കണം. ഏത് കാര്യം വരുമ്പോഴും അവരെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കും. ഇന്ന് ഒരു എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ എന്നെ വിളിച്ചു. എല്ലായിടത്തും ഈ അമ്മമാരാണ് വിളിക്കുന്നത്. അപ്പന്മാർ ഈ പ്രശ്നങ്ങളൊന്നും അറിയുന്ന പോലും ഇല്ല. എന്തായാലും കുഴപ്പമില്ല. അമ്മ വിളിച്ചിട്ട് പറഞ്ഞ മോനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അവന് ജോലി വേണമെന്നില്ല, അവന് ഫ്യൂച്ചറിനെ പറ്റി ഒരു കാഴ്ചപ്പാടുമില്ല. ഞാനപ്പോൾ പറഞ്ഞൊരു കാര്യം, 20 വയസ്സായ പയ്യനാണ്. നമുക്ക് 20 വയസ്സിൽ 2 കിലോ റെസ്പോൺസിബിലിറ്റി ലുലുമാളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ചെറിയ പ്രായം മുതലേ ഇത് ഒരു മെൻ്റൽ ഹെൽത്ത് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. കാരണം അവരെ കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ആദ്യത്തെ തീരുമാനങ്ങളൊക്കെ ചെറുതായിട്ട് തെറ്റിയൊക്കെ പോകും, തെറ്റിപ്പോട്ടെ. പതുക്കെ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ശേഷികൾ കൊടുത്ത് അവരെ വലിയ തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അവരെ ചെറിയ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പഠിപ്പിച്ച് അവരെ വലിയ കാര്യങ്ങളിൽ ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് അവർ പ്രാപ്തരായി മാറും. പക്ഷേ ഇതെല്ലാം നമ്മളങ്ങ് ചെയ്തു കൊടുത്താൽ ഇപ്പോൾ എല്ലാവരും നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതുകൊണ്ടാണ് കുട്ടികൾ ഡെവലപ്പ് ആകാത്തത്. ചാലഞ്ചസ് കൊടുക്കുക, ചെറിയ ചാലഞ്ചുകൾ അവരെ ഏൽപ്പിക്കുക, ചെറിയ പ്രോജക്റ്റുകൾ ഏൽപ്പിക്കുക. വിദേശ രാജ്യത്തേക്ക് എഡ്യൂക്കേഷൻ ഭയങ്കരമാണ്, മാടയാണ് കോടയാണെന്നൊക്കെ പറയാറുണ്ട്. അവിടെ ഒന്നുമില്ല. അവിടെ ഇവിടത്തേക്ക് പോലെ തന്നെയാണ്. പക്ഷേ അവിടെയുള്ളൊരു കാര്യം, അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. പേരൻസ് ആവശ്യമില്ലാതെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. അതുകൊണ്ട് ദേ ഹാവ് ടു ഫൈറ്റ് ഫോർ ദെയർ ലൈഫ്, ദേ ഹാവ് ടു വർക്ക് ഫോർ ദെയർ ലൈഫ്. അതിന് പണം കണ്ടെത്തണം. പല കാര്യങ്ങൾക്കും അവർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ജോലി എന്ന് പറയുന്നത് പല സാഹസങ്ങളും പല പ്രോജക്റ്റുകളും ഒക്കെ അവർ ഏറ്റെടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാകുന്നു, അവർക്കൊരു കോൺഫിഡൻസ് കൂടുന്നു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു കാര്യം. അതുപോലെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് സ്ക്രീൻ ടൈം കുറയ്ക്കണം. ഈ സ്ക്രീൻ ടൈം കൂടുന്തോറും മെൻ്റൽ ഹെൽത്ത് കുറയും. കാരണം സ്ക്രീൻ ടൈം കൂടുമ്പോൾ അവർക്ക് മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ, ലോകവുമായിട്ട് ഇടപെടാനുള്ള, സമൂഹവുമായിട്ട് ഇടപെടാൻ, പ്രകൃതിയുമായിട്ട് ഇടപെടാൻ, വീട്ടിലെയൊക്കെ യാഥാർത്ഥ്യങ്ങളുമായിട്ടും വീട്ടിലെയൊക്കെ സാഹചര്യങ്ങളുമായിട്ടും ഒക്കെ പൊരുത്തപ്പെടാൻ, ഇടപെടാനുള്ള സാഹചര്യങ്ങൾ സ്ക്രീൻ ടൈം കൂടുമ്പോൾ കുറയുകയാണ്. സ്ക്രീനിലിരിക്കുന്ന കുട്ടികൾ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയുന്നില്ല. അവർക്ക് വിശപ്പ് പോലും ഇല്ല, അവർക്ക് ഉറക്കമില്ല. അവരുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും എല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻ ടൈം കൂടുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം മെൻ്റൽ ഹെൽത്ത് തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനമാണ്. പോസിറ്റീവ് തിങ്കിങ് എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. കാരണം കുറച്ച് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഒന്ന് പറഞ്ഞ് തീർക്കാനുള്ള ടൈം വേണം. ക്ഷമയുള്ളവരൊക്കെ കേൾക്കുക. പോസിറ്റീവ് തിങ്കിങ്. ഏതൊരു പ്രശ്നം വരുമ്പോഴും, ഏതൊരു നെഗറ്റീവ് സാഹചര്യം വരുമ്പോഴും പേരൻസ് തന്നെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അതിനകത്തൊരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ പേരൻസിനെ കണ്ട് മോഡൽ ചെയ്ത് കുട്ടികൾക്ക് വളരാൻ അവസരം കൊടുക്കണം. അതുപോലെ കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി, എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ലേൺ ചെയ്യുക. പോസിറ്റീവായിട്ട് അതിനെ എങ്ങനെ കാണാം. ഒരു മാർക്ക് കുറഞ്ഞു പോയ സിറ്റുവേഷനിൽ നിന്ന് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത് എന്താണ്? ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് മോർ, ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി മോർ.
അത് ചിലപ്പോൾ നമുക്ക് നാളെ കുറച്ചുകൂടെ വലിയ തോൽവികൾ നമുക്ക് ഒത്തിരി പാഠങ്ങൾ തരും. ആ പാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നവർക്ക് വലിയ വിജയം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ അവർക്ക് ഒപ്പീനിയൻസും സജഷൻസും ഒരു നിലപാടും ഒക്കെ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുക. അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും, അവരുടേതായ ചില സജഷൻസൊക്കെ എപ്പോഴും ചോദിക്കണം. ചില നിലപാടുകൾ കുട്ടികൾക്കുണ്ടാവണം. ഓരോ കാര്യത്തിലൊക്കെ ചോദിക്കാം, പിന്നെ ഈ ഒരു ഇഷ്യൂവിൽ നിൻ്റെ ഒരു നിലപാട് എന്താണ്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഞാൻ ഈ ക്ലാസ്സിനൊക്കെ എന്നെ വിളിക്കും. എനിക്ക് തോന്നുന്നു ആധുനികമായ ക്ലാസ്സുകൾ ഇപ്പോൾ ഡിസ്കഷൻസായിട്ടാണ് മാറേണ്ടത്. കുറേ കുട്ടികളെ എല്ലാം കൂടെ തള്ളിക്കയറ്റി ഒരിടത്തോട്ടിരുത്തി, അങ്ങനെയല്ല ഇനിയുള്ള കാലത്ത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല, പോകാനും ഇടപെടാനും തന്നെ താല്പര്യമില്ല. കുട്ടികളെ ചോദ്യം ചോദിപ്പിക്കുക, കുട്ടികൾ ചോദ്യം ചോദിക്കുന്നു, നമ്മളതിന് ഉത്തരവൊക്കെ കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു ഡിസ്കഷൻസാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. എങ്കിലേ അവരുടെ ഒപ്പീനിയൻ എന്താണ്, സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അവർ ചോദിക്കുന്നു, നിലപാടുകളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ധാരാളമായിട്ട്, പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങളിലൊക്കെ യുവജനങ്ങളെയൊക്കെ ഒരുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കാം. അവരുടെ മെൻ്റൽ ഹെൽത്തും അതിലൂടെ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ അവർക്കൊരു റൊട്ടീൻ വളരെ ആവശ്യമാണ്. റൊട്ടീൻ എന്ന് പറയുമ്പോൾ ആ റൊട്ടീനകത്ത് എല്ലാ ഡെവലപ്മെൻറ്റിനുമുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റും മെൻ്റൽ എക്സസൈസ് വളരെ പ്രധാനമായിട്ട് കാര്യമാണ്. എല്ലാ ദിവസവും ശാരീരികമായ എക്സസൈസ് വേണം, മനസ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം, അക്കാഡമിക്കായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ കുട്ടികളൊക്കെ വളരുമ്പോൾ അവർ വളരെ ബാലൻസ്ഡ് ആയിട്ട് വളർന്നു വരുന്നു. എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും അവർക്കുണ്ടാവണം. ഇത് കളിക്കുന്നവൻ പഠിക്കത്തില്ല, പഠിക്കുന്നവൻ കളിക്കത്തില്ല, ഇത് രണ്ടും ഉള്ളവന് സുഹൃത്തുക്കളില്ല, ഇതിന് സുഹൃത്തുക്കൾ ഉള്ളവന് പിന്നെ വീട്ടിലെ ബന്ധങ്ങൾ കുറവാണ്. അങ്ങനെയല്ല, എല്ലാ തരത്തിലും ഡെവലപ്പ് ചെയ്ത് ഒരു റൊട്ടീൻ, അത്തരത്തിലുള്ളൊരു റൊട്ടീൻ എക്സസൈസ് ഒക്കെ വേണം അവരുടെ ജീവിതത്തിൽ. റിലേറ്റീവ്സുമായിട്ടൊക്കെ ബന്ധം വേണം. ഇങ്ങനെയുള്ള എമ്പതി വളരെ പ്രധാനമായൊരു കാര്യമാണ്. എമ്പതി ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കാം. മോനെ, ഡാഡി വളരെ വിഷമിച്ചിരിക്കുകയാണ്, നീ ഡാഡിയോടൊന്ന് സംസാരിച്ചോ, നീ പോയി അനിയത്തി ഒന്ന് ഓക്കെ ആക്കിക്കേ, അവൾ വളരെ സാഡായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്കിളുടെ വീട്ടിൽ നിന്നൊരു നല്ല പ്രോഗ്രാം നടക്കുകയാണ്, നീ അവിടെ പോയി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുട്ടികളെ പല പല കാര്യങ്ങളൊക്കെ ഇല്ല, അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഹോംവർക്ക് പറ്റത്തില്ല, അതിന് പോയി കഴിഞ്ഞാൽ 100 മാർക്ക് കിട്ടത്തില്ല. ഈ 100 മാർക്ക് ഹോംവർക്കും എല്ലാം തീർത്തിങ്ങോട്ട് വരുമ്പോൾ അവസാനം വന്ന് കുടുംബക്കോടതിയിൽ വന്ന് പിന്നെ പിരിയാനായിട്ട് നിൽക്കുകയാണ്. ഈ കുടുംബക്കോടതിയിൽ വരുന്ന എല്ലാ കേസുകളിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, വിവാഹം കഴിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം മെൻ്റൽ ഹെൽത്താണ്. ജോലി കിട്ടാതിരിക്കുന്ന കുട്ടികളിലെല്ലാം ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. കാരണം ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് വേണം, നമുക്ക് എനർജി വേണം, എന്തോസിയാസം വേണം, സ്പിരിറ്റ് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, കോൺഫിഡൻസ് വേണം. ഇതെല്ലാം മെൻ്റൽ ഹെൽത്തിൻ്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ്. നല്ല സാമൂഹിക ജീവിതമുള്ള, സുഹൃത്ത് ബന്ധങ്ങളുള്ള എല്ലാവർക്കും നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ഇതൊന്നുമില്ല, എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തോ തകരാറുണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരിൽ ആ എമ്പതിയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി, കൺസിസ്റ്റൻസി, നിരന്തരമായ പ്രവർത്തനം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനൊക്കെ പ്രേരിപ്പിക്കുക, അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക, ആവശ്യമുള്ളിടത്ത് എൻകറേജ്മെൻറ്റും സപ്പോർട്ടും കൊടുക്കണം. ഇനി ക്രിട്ടിക്കലായിട്ട് മെൻ്റൽ ഹെൽത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടെന്ന് കണ്ടാൽ മാതാപിതാക്കളിലുണ്ടെങ്കിൽ അവരത് കറക്റ്റ് ചെയ്താൽ തന്നെ കുട്ടികൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. കുട്ടികളിൽ അങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊന്നും എടുക്കാൻ ഒരിക്കലും മടിക്കരുത്. ചെറിയ പ്രായത്തിൽ തന്നെ അവരിൽ ഒരാവശ്യമില്ലെങ്കിൽ പോലും ഒരു നല്ല മെൻറ്ററോ ഒരു നല്ല കൗൺസിലറോ ആയിട്ടൊക്കെ ഒന്ന് സഹവർത്തിച്ച് പോകുന്നതൊക്കെ അവരുടെ ജീവിതത്തെ കുറേ കൂടെ പരിപോഷിപ്പിക്കാൻ, കുറേ കൂടി എക്സലൻ്റ് ആക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു പക്ഷേ അങ്ങനെയൊക്കെയുള്ള എക്സ്പേർട്ടുകൾക്ക് അവരിൽ എവിടെയും എന്തും കൂടി ഡെവലപ്പ് ചെയ്താൽ അവരെ കുറേ കൂടെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. നല്ല ഉയർന്ന മെൻ്റൽ ഹെൽത്ത് ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ അച്ചീവ്മെൻറ്റ്സ് പൊതുവേ കൂടുതലായിരിക്കും. അവന് അക്കാഡമിക്കായിട്ടുള്ള ലക്ഷ്യങ്ങൾ വരുന്നു, അവൻ്റെ കരിയർപരമായ ലക്ഷ്യങ്ങൾ വരുന്നു, അവന് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് വരുന്നു, സാമൂഹ്യപരമായ നല്ല റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നു, നാടിനും സമൂഹത്തിനും ഒക്കെ കൊള്ളാവുന്നതിനായി അവൻ മാറുന്നു. മെൻ്റൽ ഹെൽത്ത് ഒരു ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ഇത് ഒരുപാട് ചർച്ചകൾ ആവശ്യമുണ്ട്. ഒരു ചെറിയ വീഡിയോ കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. ഇനി ഒരുപാട് ഫാക്ടേഴ്സ്, ലീഡർഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ ഒത്തിരി എലാബറേറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോസൊക്കെ ഇടുന്നത്. 650 വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇത്
50 വീഡിയോസ് വരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങളൊരു പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു, ഒരു കോസ്റ്റ്ലി മൈക്കൊക്കെ വാങ്ങിച്ചു. അതിലൂടെയാണ് ഈ വീഡിയോ നിങ്ങളോട് സംസാരിക്കാൻ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഞങ്ങൾ ബെറ്റർ ആക്കുന്നു, ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നിങ്ങളെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൊക്കെ എൻകറേജ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന നല്ല ചിന്തകൾക്കും ഡിസ്കഷൻസിനും ഒക്കെ ആയിട്ട് നന്ദിയുണ്ട്. ചില പേരൻസൊക്കെ സാറേ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇതൊക്കെ ഒരു ജനറൽ അവയർനെസ്സാണ് ഇത്തരം വീഡിയോകളിലൂടെ കിട്ടുന്നത്. നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നിങ്ങളെപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് സീക്ക് ചെയ്യുക. നല്ല കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റുകളെയും തെറാപ്പിസ്റ്റുകളെയും ഡോക്ടേഴ്സിനെയും ഒക്കെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ കുറേ കൂടെ പരിപോഷിപ്പിക്കുക. കാരണം ജീവിതത്തിലുണ്ടാവുന്ന കുറവുകൾ അതിനൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്, വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് സംഭവിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് സം ടൈം ടു കറക്റ്റ് ഇറ്റ്. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.